നമസ്കാരം. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയാവുന്ന ഒരു വിഷയത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ചെറിയ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാനിതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയുന്നുണ്ടാവും. അറിയാത്തവർക്കായിട്ട് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ ഉള്ള മെഹർ മന്തി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ അവരുടെ വിഷു ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അവർ പുറത്തുവിട്ട ഒരു AI നിർമ്മിതമായിട്ടുള്ള പോസ്റ്ററാണ് ഇത്. യാതൊരു വിധത്തിലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത ഒരു തെറ്റാണ് ഈ ഒരു പോസ്റ്ററിലൂടെ ഇവർ ചെയ്തിരിക്കുന്നത്. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടാവാം, യോജിക്കാത്തവരുണ്ടാവാം. എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇതിനെയൊക്കെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു 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 ടാഗ് ലൈനോടുകൂടി എന്ത് ധൈര്യത്തിലാണ് ഇത് പുറത്തു വിട്ടിരിക്കുന്നതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവർ. നല്ല രീതിയിൽ ആളുകൾ ഒത്തൊരുമയോടുകൂടി പോകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അവരവരുടെ വിശ്വാസങ്ങൾ ആ ഒരു കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോകുന്ന കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് എന്ത് ധൈര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പോസ്റ്റർ അടിച്ചിറക്കിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ഞാനൊരു ഹൈന്ദവ വിശ്വാസിയാണ്. പക്ഷേ അതിനർത്ഥം ക്രിസ്തീയ മതത്തിലോ അല്ലെങ്കിൽ മുസ്ലിം മതത്തിലോ പെട്ട ആചാരങ്ങളെയോ അവരുടെ അനുഷ്ഠാനങ്ങളെയോ അവരുടെ ദൈവങ്ങളെയോ ഞാൻ എൻ്റെ മതത്തിൽ പോലെ തന്നെ അംഗീകരിക്കുന്നു, അതുപോലെ തന്നെ ബഹുമാനിക്കുന്നു. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അതിലൊന്നും തന്നെ തെറ്റില്ല. പക്ഷേ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ചട്ടക്കൂടുകളുണ്ട്. ഇത് കണ്ടപ്പോൾ വളരെയധികം ഡിസപ്പോയിൻറ്റഡായി. അപ്പോൾ അതിനെ അനുകൂലിച്ചും അതുപോലെ തന്നെ അതിനെതിരെയും നല്ലൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെതിരെയാണ് മോസ്റ്റ് ഓഫ് ദ കമൻറ്റ്സ്. പക്ഷേ അതിനെ അനുകൂലിച്ചും ചില ആളുകളുടെയൊക്കെ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. ഇതൊക്കെ വലിയ കാര്യമാക്കാനുണ്ടോ, ഇതൊക്കെ ഒരു ഫൺ മൂഡിലെടുത്താൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇതിനെ ഫൺ മൂഡ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു ചിക്കൻ മന്തിയുടെ അടുത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇരിക്കുന്ന ഒരു ഫോട്ടോ, AI നിർമ്മിതമായിട്ടുള്ളൊരു ഫോട്ടോ വെച്ചിരിക്കുകയാണ്. ഇത് ഏത് തരത്തിലാണിത് നിങ്ങൾ ന്യായീകരിക്കുന്നത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിനകത്ത് വരുന്ന ചില കമൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വടക്കൻ കേരളത്തിലൊക്കെ സദ്യയുടെ കൂടെ ചിക്കൻ വിളമ്പും അല്ലെങ്കിൽ മട്ടൻ വിളമ്പും. അപ്പോൾ അതുപോലെ തന്നെയല്ലേ അതും ഇതും ഒന്നാണോ? വടക്കൻ കേരളത്തിലെ പല ഡിസ്ട്രിക്റ്റുകളിലും അവർ ഭക്ഷണത്തോടൊപ്പം നോൺ വെജ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനൊരിക്കലും സദ്യ എന്നേ പറയാൻ പറ്റില്ല. എൻ്റെ അഭിപ്രായത്തിൽ അതൊരു നോൺ വെജ് മീലാണ്. നമുക്ക് ഹോട്ടലിൽ പോയാൽ കിട്ടും നോൺ വെജ് മീൽ. ചോറും സാമ്പാറൊക്കെ ഉണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിക്കൻ ഉണ്ടാവും. അത് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് കഴിക്കാം, അല്ലാത്തവർക്ക് കഴിക്കണ്ട. ഓണത്തിനും വിഷുവിനൊക്കെ നോൺ വെജ് കഴിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ. പക്ഷേ അതുപോലെയാണോ ഭഗവാന്റെ ഫോട്ടോ വെച്ചിട്ട് അതിൽ കുഴിമന്തി വെച്ചിരിക്കുന്നത്? ഇപ്പോൾ അത് ന്യായീകരിച്ചിട്ടല്ല, ഇത് തെറ്റുപറ്റിപ്പോയി, ഇതൊരു അബദ്ധമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. നമസ്കാരം. മെഹർ മന്തി നിന്നാണ്. കഴിഞ്ഞ വിഷുദിനത്തോട് അനുബന്ധിച്ചുകൊണ്ട് നമ്മൾ ചെറിയൊരു ആശംസ പോസ്റ്റർ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ തികച്ചും പുറത്ത് ഒരാളെ കൊണ്ടാണ് ആ പോസ്റ്റർ ചെയ്യിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് ഉണ്ടാകുന്ന രീതിയിൽ ആ ഒരു ചെറിയൊരു മനസ്സിന് ചെറിയൊരു വിഷമം ഉണ്ടായെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. തികച്ചും ഞങ്ങളുടെ അറിവോടുകൂടി ചെയ്തതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ആ പോസ്റ്റർ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഞങ്ങൾ എന്നാൽ അത് മാറ്റുകയും പകരം നല്ല രീതിയിലുള്ള ഒരു വിഷു ആശംസ പോസ്റ്ററാണ് നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്തത്. ആ പോസ്റ്റർ, വിവാദപരമായ പോസ്റ്റർ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലും സോഷ്യൽ മീഡിയയിലോ ഒന്നിലോ ഞങ്ങൾ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. ഞങ്ങളപ്പോൾ തന്നെ എല്ലാം ഒഴിവാക്കിയതാണ്, തടസ്സപ്പെടുത്തിയതാണ്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ പറയുന്നത് കേട്ടല്ലോ. അദ്ദേഹം ഈ ഒരു മെഹർ മന്തി എന്ന് പറയുന്ന ഷോപ്പിൻ്റെ ഓണറാണ്. എന്തൊരു രസമായിട്ടാണ് പുള്ളി കൈയൊഴിയാൻ നോക്കുന്നത്. അത് പുള്ളിയുടെ അറിവോടുകൂടിയേ വന്നതല്ലാത്രേ. ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരാണോ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെന്നാണോ നിങ്ങൾ വെച്ചിരിക്കുന്നത് സാർ? അതായത് ഇപ്പം ഞാൻ എൻ്റെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ, എൻ്റെ സ്ഥാപനത്തിന് ഞാനൊരു പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഞാനൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്ററോ ഒരു ഫെസ്റ്റിവൽ പോസ്റ്ററോ ഞാൻ പുറത്തു വിടണമെങ്കിൽ എൻ്റെ അനുവാദത്തോടു കൂടിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അതോ ഇതങ്ങ് തുറന്നു വെച്ചേക്കുവാണോ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്? ആൻഡ് അത് തെറ്റാണെന്ന് മനസ്സിലായതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ അത് നീക്കം ചെയ്തത്രേ. അത്ര എളുപ്പമാണോ സോഷ്യൽ മീഡിയയിൽ വൺസ് നമ്മൾ പോസ്റ്റ് ചെയ്ത് വൈറലായ ഒരു സംഭവം മൊത്തമായി നീക്കം ചെയ്യുന്നത്? അത്ര എളുപ്പമാണോ?
ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ ഈ പറയുന്ന ന്യായീകരണം കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. ഇത് ഒരിക്കലും മാപ്പർഹിക്കുന്ന ഒരു തെറ്റല്ല. ഇത് നിങ്ങൾ ജസ്റ്റ് ഒരു അങ്ങ് ഇറക്കി വിട്ടിട്ട് പിന്നീട് കുറച്ച് വീഡിയോ വന്ന് അയ്യോ അത് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റിയ ഒരു കാര്യമല്ല. ഇത് കേരളത്തിലായതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. ഇതെങ്ങാനും ബീഹാറിലോ ഉത്തർപ്രദേശിലോ പോലത്തെ സംസ്ഥാനങ്ങളിലായിരുന്നെങ്കിൽ കടയുണ്ടാവില്ല, ഈ പറയുന്ന ആളും ഉണ്ടാവില്ല. ഇതുമായി ബന്ധപ്പെട്ട് അവർ അതിനുശേഷം ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്, അതും കാണാം. നമസ്കാരം. മെഹർ മന്ത്യാൻ റീൽസിന്റെ മാനേജിംഗ് പാർട്ട്നേഴ്സിൽ ഒരാളാണ് ഞാൻ. എൻ്റെ പേര് ഷമീർ എന്നാണ്. വളരെ വേദനാജനകമായ ഒരു നിമിഷമാണ് നമ്മൾ ഇപ്പം ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഈ കഴിഞ്ഞ വിഷു ഏപ്രിൽ 15 നമ്മൾ ഒരു ആശംസ അറിയിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. പക്ഷെ അത് ആ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വന്നപ്പോൾ തന്നെ അതൊരിക്കലും നമുക്കൊരു സമൂഹത്തിലേക്ക് ഇറക്കി വിടാൻ പറ്റുന്ന ഒരു പോസ്റ്റർ അല്ല എന്ന് കണ്ട് നമ്മൾ പിൻവലിക്കുകയും അതിന് പകരം ഏറ്റവും നല്ലൊരു പോസ്റ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സോഷ്യൽ മീഡിയ വഴി എല്ലാവരിലേക്കും ആശംസകൾ എത്തിക്കുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഒരു 2 പോസ്റ്ററും നമ്മളുടെ ഗ്രൂപ്പിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് ഒരാൾ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അത് വളരെ താമസിയാതെ തന്നെ അത് പിൻവലിക്കുകയും, പക്ഷേ നമ്മളുടെ ഒരു നിർഭാഗ്യവശാലുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പോസ്റ്റ് ആരൊക്കെയോ സ്ക്രീൻഷോട്ട്. അപ്പോൾ ഈ പുള്ളി പറയുന്നത് പ്രകാരം ഇത് അവരുടെ ഉള്ളിൽ ഇൻറ്റേർണലി ഡിസ്കസ് ചെയ്തപ്പോൾ അറിയാണ്ട് ലീക്കായി പോയത്, എന്നിട്ട് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോയി ഇട്ടു. ഇതൊക്കെ എനിക്കൊന്നും പറയാനില്ല. ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം ആണോ ഞങ്ങൾ? ചോറ് കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും. സംഭവം നിങ്ങൾക്കൊരു കൈബദ്ധം പറ്റിയതാണ്, മനസ്സിലാക്കാൻ പറ്റും. അതായത് AI സഹായത്തോടു കൂടി ഇപ്പം എന്തും അങ്ങ് ചെയ്യാം, അതായത് ഒരു വെറൈറ്റി ആക്കാൻ നോക്കിയതാണ്, മനസ്സിലായി. പക്ഷേ തരത്തിലുള്ള വെറൈറ്റി അക്സെപ്റ്റ് ചെയ്യാൻ മാത്രം നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ പുള്ളി പറയുന്നത് പ്രകാരം ഇത് ചേർത്തല ടൗണിൽ മാത്രം ഒതുങ്ങി നിന്നേക്കാവുന്ന ഒരു കാര്യമായേനെന്നാണ് വിചാരിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ ഒരു റീച്ച് എത്രത്തോളം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പോസ്റ്റർ ഇട്ടത് നിങ്ങളുടെ ബിസിനസ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ അല്ലേ? അല്ല, മന്തി കഴിക്കുന്നതിനൊന്നും ആരും കുറ്റം പറയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ചിക്കൻ മന്തി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു ഭഗവാന്റെ ഫോട്ടോ വെച്ചിട്ട് ഭഗവാൻ അത് കഴിക്കാൻ പോകുന്ന പോലെ, അല്ലെങ്കിൽ അതിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന പോലെയൊക്കെ എന്തൊരു സ്റ്റുപ്പിഡിറ്റിയാണ് മാൻ. ഇതൊരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കിയാൽ പോരെ. ഇതൊരു വലിയ പ്രശ്നമാവാൻ വരെ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഈ വെറുതെ ഒരു ഹോട്ടലിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് അഴിച്ചു വിട്ടിട്ട് ഇവിടെ നല്ല രീതിയിൽ പോകുന്ന ഒരു സൊസൈറ്റീനെ നശിപ്പിക്കരുത്. അത്രയും ദേഷ്യം തോന്നി എനിക്ക് അത് കണ്ടപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടി ഇട്ടത്. അല്ലാതെ ഞാൻ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും തന്നെ അങ്ങനെ പ്രതികരിക്കാറൊന്നുമില്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ. പക്ഷേ ഇങ്ങനെ നമ്മളെപ്പോഴും സൈലൻ്റ് ആയിരുന്നാലും ശരിയാവില്ല, അല്ലേ? നമ്മൾ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതികരിക്കണം. അങ്ങനെ പ്രതികരിക്കുന്നത് കൊണ്ട് നമ്മളെ ആക്കുകയാണെങ്കിൽ ആക്കട്ടെ, നോ പ്രോബ്ലം. നമ്മളൊരു വിശ്വാസിയാണ്, അത്രേ ഉള്ളൂ. പക്ഷേ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് അറിയാൻ കഴിഞ്ഞത് കേരള പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ കസ്റ്റഡിയിലാണ് അവർ. നല്ല കാര്യം. അതിൻ്റേതായിട്ടുള്ള ശിക്ഷാവിധികൾ ഇവിടെ കടന്നു പോകണം. അവരൊരു ജസ്റ്റൊരു വീഡിയോ ഇട്ട് ക്ഷമാപണം നടത്തിയത് കൊണ്ട് മാപ്പർഹിക്കുന്ന ഒരു തെറ്റല്ല അവർ ചെയ്തിരിക്കുന്നത്. അത്രേ പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി എല്ലാവർക്കും. നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു കാര്യത്തിൽ എന്താണെങ്കിലും ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും അല്ല ഞാൻ പറഞ്ഞതിന് എതിർപ്പാണ് നിങ്ങൾക്കെങ്കിലും എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.